മുൻപ് രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കൂടി വിമർശിക്കപ്പെട്ട ഒരാളാണ്. ആ നിലപാടിലാണ് ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായല്ല ഒരിക്കലും കോൺഗ്രസിലേക്കുള്ള വരവ്. ഞാൻ ആ പോസ്റ്റ് ഇടുന്നത് ഏകദേശം 3 മാസം മുൻപാണ്. 3-3.5 മാസം മുൻപ് ആ പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നോ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുമുള്ള ആലോചനകളും ഇല്ലാത്ത സമയത്തായിരുന്നു ആ പോസ്റ്റ് ഇട്ടത്. എനിക്ക് ആ നിലപാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും. ഇപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനം ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിക്കുകയുണ്ടായി. ആ കോളിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ജീവിതം പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയമാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അവിടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ആ പ്രൈവറ്റ് ലൈഫ് അബ്സല്യൂട്ട്ലി ഇൻ പബ്ലിക് ഡൊമൈനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് പക്ഷേ നമ്മൾ ക്യാമറകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സൂം എത്രത്തോളം സൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് പ്രെറ്റി ഫൈൻ. പക്ഷേ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല. മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ലഭിച്ചൊരു ഫോൺ കോൾ. ഇതുവരെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നതാണ്. റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത്. പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാനൽ റിപ്പോർട്ടറാണ്. അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു. ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ അൺനെസസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ പ്രതികരണമാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത്. റിപ്പോർട്ടർ ടിവിക്കെതിരെ പരാതിയുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ശ്രീനാഥ് ദേവിയുടെ തീരുമാനം. ശ്രീനാഥ് ദേവി ഇന്നലെ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചു. അവർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവരുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ശ്രീനാഥ് ദേവി പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീനാഥ് ദേവി ഒരു സ്ത്രീയാണ്. രാഹുലിനെതിരെ വാളെടുത്ത് പുറത്തിറങ്ങിയ ആളുകളുടെ വാദം എന്താ? സ്ത്രീകളുടെ സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ ആത്മാഭിമാനം, ഇതൊക്കെയായിരുന്നല്ലോ അവർ മുന്നോട്ട് വെച്ച ഈ പറയുന്ന വാദങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്ത്രീ സുരക്ഷയാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ്, സ്ത്രീകളുടെ സംരക്ഷണമാണ്. ഇതൊക്കെ ഹോൾസെയിലായി അങ്ങ് ഏറ്റെടുത്തിട്ട് കുറെ ആളുകൾ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നല്ലോ ചെയ്തത്. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ അവരൊരു CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായതുകൊണ്ട് ഇത്തരത്തിൽ രാഹുലിനെതിരെ വ്യാജമായിട്ട് കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാക്കാൻ അവർ കൂട്ടുനിൽക്കുമെന്ന് ഈ പറയുന്ന ആളുകൾ കരുതി. കാരണം ഇവർ രാഹുലിനെതിരെ ഉണ്ടാക്കിയെടുത്തത് അത്രയും വ്യാജമായിരുന്നു. ആ വ്യാജങ്ങൾക്ക് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയെ പോലെയുള്ള ഒരു പബ്ലിക് ഡൊമൈൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ അതിനു വേണ്ടി തയ്യാറാകുമെന്ന് ഇവർ കരുതി. അങ്ങനെ ഒരു പബ്ലിക് ഫിഗർ അതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ടാകുമായിരുന്നു. അവിടെയാണ് ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറയുന്നത്. അവിടെയും ഇവരൊരു കാര്യം ഓർത്തില്ല. സ്ത്രീകളുടെ സുരക്ഷയും സ്ത്രീകളുടെ സംരക്ഷണവും സ്ത്രീകളുടെ ഈ പറയുന്ന അവരുടെ ആത്മാഭിമാനത്തെയും ഈ പറയുന്ന ഉദ്ധരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയവർ അവർ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ആ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മക്ക് ആത്മാഭിമാനം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ലേ? അവർക്കൊരു മനസ്സുണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിലും ഒരു രീതിയിലും എവിടെയും കാണാത്ത ഒരു വ്യക്തിയെ അത്തരത്തിൽ രാഹുലുമായി കൂട്ടിച്ചേർത്ത് അപമാനിക്കാൻ ശ്രമിക്കുകയല്ലേ ഇവർ ചെയ്തത്. അതിന് നേതൃത്വം കൊടുത്തതും ഈ റിപ്പോർട്ടർ ടിവിയിലെ ഒരു സ്ത്രീയാണ്. അപ്പോ ഇതാണോ സ്ത്രീ സുരക്ഷ? അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണം ഇതാണോ? സ്ത്രീകളുടെ ആത്മാഭിമാനം എന്നൊക്കെ പറയുന്നത് ഇതാണോ? ഒരു സ്ത്രീയെ ബലി കൊടുത്തിട്ട് വേണോ രാഹുലിനെ നിങ്ങൾക്ക് വേട്ടയാടാൻ? അപ്പോ രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിയവർക്ക് വ്യക്തമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സ്ത്രീകളുടെ സുരക്ഷയും സ്ത്രീകൾ സംരക്ഷണവും സ്ത്രീയുടെ ആത്മാഭിമാനവും എന്നൊക്കെ പറഞ്ഞത് വെറുതെ വാക്കൊണ്ട് പറഞ്ഞ ചില വരികൾ മാത്രമാണ്. അത് ഇവരുടെ പ്രവർത്തനങ്ങളിൽ അതുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീയാണ് മുഖ്യം, അവരുടെ ആത്മാഭിമാനമാണ് മുഖ്യം, അവരുടെ സുരക്ഷയാണ് മുഖ്യം, പ്രാധാന്യം എന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, കരുതിയിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയെ ഇത്തരത്തിൽ സാങ്കല്പിക ഇരയാകുവാൻ ഇവർ സമീപിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഇപ്പൊ വ്യക്തമായ തെളിവുകൾ, ഈ വിളിച്ച ഫോൺ റെക്കോർഡുകൾ അടക്കം ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ കയ്യിലുണ്ട്. ആ വിളിച്ച സ്ത്രീ ആരാണെന്നുള്ളത് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മക്ക് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ
മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവുന്നത്. കാരണം അവർ നേരിട്ടത് വലിയ ഒരു അപമാനമാണ്. സമൂഹത്തിന് മുന്നിൽ അവരെ വലിയ മോശക്കാരിയാക്കി ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു വലിയ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. റിപ്പോർട്ടർ എന്ന് പറയുന്ന മരം കൊള്ളക്കാരന്റെ മൊട്ട അരുണിന്റെ ഈ പറയുന്ന തെമ്മാടിത്തത്തിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ പട നയിക്കാൻ മുന്നിട്ട് നിറങ്ങുകയാണ്. കാരണം രാഹുലുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. രാഹുലിന്റെ പത്തനംതിട്ട ജില്ലക്കാരിയാണ്, അത് ശരിയാണ്. ഈ പറയുന്ന പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് എന്ന് കരുതി രാഹുലുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും എവിടെയും ശ്രീനാദേവി കുഞ്ഞമ്മയെ കണ്ടില്ല. പക്ഷേ ഇവരുടെ ഈ പറയുന്ന വ്യാജ വേട്ടയാടലുകൾക്ക് ഒരു ബലമാകുമെന്ന് കരുതിയാണ് ഇവർ ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിച്ചത്. പക്ഷേ ആ നട്ടലുള്ള സ്ത്രീക്ക് മുന്നിൽ ഇവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കാരണം അതിന് നിന്നു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇവർക്ക് വേണ്ടത് ആ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മുഖമോ അല്ലെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരോ ഒന്നും ആയിരുന്നില്ല. ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു ഇവർക്ക് വേണ്ടത്. ആ സ്ത്രീയുടെ ശബ്ദത്തിൽ രാഹുലിനെതിരെയുള്ള വലിയ വജ്രായുധമാക്കാൻ ഒരു സ്ത്രീയുടെ ശബ്ദം വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് റിപ്പോർട്ടർ ടിവി ഈ പറയുന്ന തെമ്മാടിത്തരം, ആ ക്രിമിനലുകളാണല്ലോ അത് നയിക്കുന്നത്. കാരണം മുട്ടിലെ ഒരു മരം മുറി അല്ലെങ്കിൽ ആ മരം കൊള്ളയടിച്ച് കടത്തിയ ക്രിമിനൽ, ആ ക്രിമിനലിന്റെ ബുദ്ധിയിൽ ഇതിലും വലിയ ക്രിമിനൽ മൈൻഡല്ലേ അവനിക്ക് ഉണ്ടാവുക. ആ ക്രിമിനൽ മൈൻഡിൽ നിന്ന് ഉദിച്ചതാണ് മരം കൊള്ളക്കാരൻ വീരപ്പന്റെ ആ ക്രിമിനൽ മൈൻഡിൽ നിന്ന് മൊട്ട അരുൺകുമാറിന്റെ രചനയിൽ ഒരുങ്ങിയതാണ് ഈ രാഹുൽ വേട്ട. ആ രാഹുൽ വേട്ടയുടെ ഇരയായിട്ട് സാങ്കല്പിക ഇരയാക്കാൻ ശ്രീനാദേവി കുഞ്ഞമ്മയെ സാങ്കല്പിക ഇരയാക്കുവാനുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന നെറികെട്ട ക്രിമിനൽ സംഘം നടത്തി എന്നുള്ളതാണ്. അതിനും ശ്രീനാദേവി കുഞ്ഞമ്മയെ മുന്നിൽ വിളിക്കാൻ സംസാരിക്കാൻ ഒരു സ്ത്രീ, ഈ പറയുന്ന മൊട്ടയുടെ ക്രിമിനൽ സംഘത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ അതിന് മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണോ സ്ത്രീ സുരക്ഷ? എന്താണെങ്കിലും കൊള്ളക്കാരനും മൊട്ടയ്ക്കും പണി വരുന്നുണ്ട്. നല്ല 8ന്റെ പണി മണിച്ചിത്രത്തായിട്ട് പൂട്ടും നിങ്ങളുടെ ഈ ആഭാസത്തരം. 8 നിലയിൽ പൂട്ടും. ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ചീഫ് എഡിറ്റർ ആണെങ്കിലും ശരി, മാനേജിങ് എഡിറ്റർ ആണെങ്കിലും ശരി, ഏത് വലിയ എഡിറ്റർ ആണെങ്കിലും ശരി, 8 നിലയിൽ പൂട്ടും. ശ്രീനാദേവി കുഞ്ഞമ്മ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രക്രിയകളും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യത്തില് രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളില് ഈ വേട്ടയാടലുകൾ അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഉണ്ടായത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്, പടച്ചു വിട്ടവർ ആരൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഇനി സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുന്നവർ ഇനി അതുകൂടി അന്വേഷിക്കേണ്ടി വരും. ഇനി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ പരാതി ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി സങ്കീർണമാകും. കാര്യങ്ങൾ നല്ല വ്യക്തതയുള്ളതായിട്ട് ഈ സ്വമേധയാ കേസെടുത്തവർ തന്നെ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവർ തന്നെ പറയും. ഈ പറയുന്ന ഗൂഢാലോചനകൾ എവിടെ നിന്നുണ്ടായി എന്ന് കേരളത്തിന്റെ പിണറായിയുടെ പോലീസ് പറയും. ഈ പറയുന്ന ഗൂഢാലോചനകൾ എവിടെ നിന്നാണ്, അതിന്റെ സ്രോതസ്, അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ള കാര്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയും. വീരപ്പനും കൂട്ടരും നടത്തിയ വേട്ട, ആ വേട്ടയിൽ മുട്ടിലെ മരം മുറിച്ച് കൊള്ളയടിച്ച് കടത്തിയതുപോലെ രാഹുലിനെ അങ്ങ് വെട്ടി വീഴ്ത്താമെന്ന് ഈ കൊള്ളക്കാരൻ വീരപ്പൻ കരുതിയെങ്കിൽ അവനിക്ക് തെറ്റി. അവന്റെ ഉടായിപ്പ് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. കേരളത്തില് അല്ല വേണ്ട, ലോകത്ത് തന്നെ എവിടെ എത്ര ആളുകളുടെ കയ്യിലാണ് മാംഗോ ഫോൺ ഉള്ളത്? അതിന്റെ പേരിൽ എത്രയൊക്കെ പണം പിരിച്ചിട്ടുണ്ട്? എന്തൊക്കെയായിരുന്നു അതിന്റെ പിന്നിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ? അന്വേഷിക്കണം ഇപ്പോ. കാരണം വലിയ പരസ്യങ്ങൾ നൽകി, വലിയ ലോഞ്ചുകൾ നടത്തി, ഇത്തരത്തിൽ മാംഗോ ഫോൺ ഇറക്കാൻ പോകുന്നു എന്നുള്ള ലോഞ്ചുകൾ നടത്തി എത്രയൊക്കെ പണം പാവങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ള കഥകൾ ഇനി കേരളം അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുട്ടിൽ മരമുറി കേസില് കൊള്ളക്കാരനെതിരെ 40 കുറ്റപത്രമാണുള്ളത്. ആ 40 കുറ്റപത്രങ്ങൾ ഉള്ള ഒരു കൊള്ളക്കാരന്, ഒരു ക്രിമിനൽ, ആ ക്രിമിനലാണ് ഇപ്പൊ സമൂഹത്തിൽ വലിയ രാഷ്ട്രീയ നിരീക്ഷകനാണത്രേ അവൻ.
രാഷ്ട്രീയ നിരീക്ഷകനോ, ഇവനോ, കൊള്ളക്കാരനോ, ക്രിമിനലാണോ ഒരു പൊതുസമൂഹത്തെ നിരീക്ഷിക്കുന്നത്? ആ ക്രിമിനലിന്റെ ശബ്ദങ്ങൾക്കാണോ നിരീക്ഷകന്റെ ശബ്ദം എന്നുള്ള പേര് ചാർത്തി കൊടുക്കുന്നത്? അതെങ്ങനെ ശരിയാകും? ഒരു ക്രിമിനൽ എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ ശബ്ദമായി മാറുന്നത്? പണത്തിന്റെ ഹുങ്ക് കൊണ്ട്, പൊതുമുതൽ കൊള്ളയടിച്ച പണം കൊണ്ട്, പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തെ വിലക്ക് വാങ്ങിയിട്ട് ആ ക്യാമറക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് ചലക്കുന്നത് നിരീക്ഷകന്റെ ശബ്ദമായി അംഗീകരിക്കാൻ കഴിയില്ല. ആ കുരക്കുന്നത് പേപ്പട്ടിയുടെ ശബ്ദമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അതിനെ ഒരു നിരീക്ഷകന്റെ ശബ്ദം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ശബ്ദമായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചില അതിർവരമ്പുകളും ചില എന്താ പറയേണ്ടത് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും ധാർമ്മികത എന്നൊക്കെ പറയുന്ന ഒന്നുണ്ട്. ക്രിമിനലിന് എന്ത് ധാർമ്മികത? എന്ത് ലോജിക്ക്? പൊതുസമൂഹത്തോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിലേക്ക് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൂട്ടിവെക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത് അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ല. പണമുണ്ടെന്ന് കരുതി എന്തും വിലക്ക് വാങ്ങാമെന്ന് കരുതി ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തെ വിലക്ക് വാങ്ങാമെന്ന് കരുതി ഒരു കൂട്ടം ക്രിമിനലുകൾ ക്യാമറക്ക് മുന്നിലിരുന്ന് പേപ്പട്ടി കുരക്കും പോലെ കുരക്കുന്നതിനെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനമായി കാണാൻ? അതുകൊണ്ട് തന്നെയാണ് ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ ആ ധാർമ്മികത എവിടെയെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന പലരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ആ സ്ഥാപനം വിട്ട് ഇറങ്ങിപ്പോയ പലരും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ. അയാളുടെ മാധ്യമ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടതാണ്. ഈ റിപ്പോർട്ടർ ടിവിയിൽ ഇരുന്നു കൊണ്ടും എതിർ ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരേ ഒരു വ്യക്തി. ആ വ്യക്തി ഇന്ന് പടിയിറങ്ങിയിരിക്കുന്നു. ഈ ക്രിമിനൽ കൂട്ടങ്ങൾക്കുള്ള വാഴ്ത്തുപാട്ട് പാടാൻ താൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ഇറങ്ങിപ്പോയത് ഉണ്ണിയുടെ ധാർമ്മികതയാണ്. അയാളെ നമ്മൾക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം മാധ്യമ പ്രവർത്തകനെന്ന്. അതല്ലാത്ത ഈ ക്രിമിനൽ സമൂഹങ്ങളെ എങ്ങനെയാണ് നമ്മൾക്ക് മാധ്യമ പ്രവർത്തകരെന്ന് വിളിക്കാൻ കഴിയുക? പണി വരുന്നുണ്ട് അവറച്ച. വെയിറ്റ് ആൻഡ് സീ, കാത്തിരിക്കുക. വെറുതെ കയ്യിൽ മഷി പുരട്ടിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുമെന്ന് കരുതണ്ട. ശ്രീനാദേവി വെറുതെ വന്ന് കയറിയതല്ല. കൂട്ടത്തിൽ നല്ല 8ന്റെ പണി നിങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ട്. പ്രസ്ഥാനം കൂടെ തന്നെ ഉണ്ടാവും ശ്രീനാദേവിക്കൊപ്പം.